വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. What's your routine? What did you start your day with? What did you do today right from the morning? Meetings and meetings. Wherever I go, I take my house in my head. അസഹനീയമായിരുന്നു. നഴ്സറി പഠിക്കുന്ന കുട്ടികൾ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. 35% of the overall area of Kerala is heavy. നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അപ്പൊ പദൽ സൊല്ലടാ. സൊല്ല്. To hold your own people here and give them the jobs that they want. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. That's why in fact I took my decision. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. The main challenge is the paucity of land in Kerala. എന്ത് ഇംഗ്ലീഷാണ് നിന്റെ? അപ്പൊ തുടങ്ങി കഴിഞ്ഞല്ലേ? Yes, from this minute, this second, only English, no Malayalam. We have the coast on one side and the hills on. I have been in Singapore for a long time. In between, there is plenty of wetland and forest land as well. OHMYDEAR. Right. 44 rivers. ഇങ്ങനെ വായിക്കാൻ ആർക്കാ പറ്റാത്തത്? ഇവൻ നമ്മൾ നാളെടുത്തോണ കേട്ടാ. ഇനിയുണ്ട്, കാണിച്ചു തരാം. You are doing Sabka Saath, Sabka Vikas. Sir, where's the charge? പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. Like Prime Minister Modi says. എഴുത്തുമാനെ അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. ഇവൻ എന്തോ സാറിനോട് ഇംഗ്ലീഷ് പറയും, സാറിന് പിടികിട്ടിയില്ല. അത്രയല്ലേ ഉള്ളൂ. ഇനി മേലെ എന്നോട് ചോദിക്കാൻ സാറിനോട് ഇംഗ്ലീഷ് പറഞ്ഞാലുണ്ടല്ലേ അമ്മച്ചാനെ ചട്ടുവാൻ പിടിപ്പിച്ച് ചന്തിൽ വെച്ചെടുക്കട്ടെ. പോയി. അല്ല, ഇത് ഞങ്ങള് നാടിന്റെ വികസനത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്. ഇങ്ങനെ നേരെ പോയിട്ട് ആ വളവ് തിരിയുമ്പോ അവിടെ ചർച്ച. ഓക്കേ. വട്ടിന്റെ അപ്പനെ. Mr. Vijayan, tell me, Prime Minister Modi was in Kerala. എന്റെ പൊന്നു ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ. Like Judas for a few pieces of silver. സോറി, ഇംഗ്ലീഷ് പറഞ്ഞുതരാം. ആക്ച്വലി നേരെ പോയിട്ട് വളഞ്ഞ് അവിടെ. നമ്മുടെ രാജ്യത്ത് ജൂദാസിന്റെ റോൾ വഹിച്ചത് ആരാണ് നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ചെറുപ്പത്തിൽ വേണ്ടത്ര ഇംഗ്ലീഷ് പഠിച്ചില്ല. കുട്ടിക്കാലത്ത് കാരണവന്മാര് പള്ളിക്കൂടത്തിൽ പറഞ്ഞു വിടുമ്പോ പറങ്ങാണ്ടി പറക്കാൻ പോയാൽ ഇങ്ങനെ എണ്ണി വാടും.